എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയ സീരീസാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ അതിൻ്റെ ക്വിസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇന്നും ഡിസ്കസ് ചെയ്യുന്നത് 20 ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ പോൾ രൂപത്തിൽ ചെയ്ത് പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ജോയിൻ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 20 ക്വസ്റ്റ്യൻസും നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ക്വിസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏത്? 2.5 ലൈൻ സ്പേസ് ആണ്. വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് ഓഫ് റീപ്ലേസ്? റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+H ആണ്. Ctrl+H എന്നുള്ളതാണ് റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ. ടോട്ടൽ പേജസ് ഇൻ എ ഡോക്യുമെൻറ്റ് ക്യാൻ ബി ഷോൺ ഇൻ ഡാഷ് ബാർ. അതായത് ഒരു ഡോക്യുമെൻറ്റിലെ ടോട്ടൽ പേജസ് നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? സ്റ്റാറ്റസ് ബാറിലാണ്. Ctrl+Left arrow റിസൾട്ട്സ് വൺ വേർഡ് ടു ദ ലെഫ്റ്റ്. Ctrl+Left എന്നുള്ള ആ ഒരു ഷോർട്ട് കട്ട് കീ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു വേർഡ് ലെഫ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഡാഷ് ഈസ് ആൻ അപ്വേർഡ് ആരോ മാർക്കർ നിയർ ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ റൂളർ ഹാങ്ങിങ് ഇൻ ഇറ്റ്. ഡാഷ് ഈസ് ആൻ അപ്വേർഡ് ആരോ മാർക്കർ നിയർ ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ റൂളർ ഹാങ്ങിങ് ഇൻറ്റൻ്റ് ആണ്. അതായത് അപ്വേർഡ് ആരോ മാർക്കർ, അതായത് റൂളറിൻ്റെ ലെഫ്റ്റ് എഡ്ജിലുള്ള ആരോ മാർക്കർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹാങ്ങിങ് ഇൻറ്റൻ്റ് ആണ്. യു ക്യാൻ കമ്പൈൻ ഡാഷ് സെൽസ് ഇൻ ടു സിംഗിൾ സെൽ. അതായത് ഏതൊക്കെ സെൽസ് കൂട്ടി കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ സെല്ലാക്കാം. അതായത് 2 സെൽസ് കൂട്ടിച്ചേർത്തിട്ട് ഒരു സിംഗിൾ സെല്ലാക്കാം. മെനി സെൽസ് കൂട്ടിച്ചേർത്തിട്ട് ഒരു സിംഗിൾ സെല്ലാക്കാം. 3 സെൽസ് കൂട്ടിച്ചേർത്തിട്ട് ഒരു സിംഗിൾ സെല്ലാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മെർജ് എന്നുള്ള ഓപ്ഷൻ. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം സെലക്ട് ചെയ്ത എത്ര സെൽസ് ഉണ്ടോ അത്രയും സെൽസ് ഒറ്റ ഒരു സെല്ലാവുകയും ആ ഒരു മൗസ് പോയിൻ്റർ, അതായത് ആ ഒരു ഐക്കൺ ഉണ്ടാവുമല്ലോ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ആ ഒരു ഐക്കൺ ആ സെല്ലിൻ്റെ മെർജ് ചെയ്ത സെല്ലിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റ നിങ്ങൾക്ക് സെൻറ്ററായിട്ട് ലഭിക്കും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് മെർജ് ആൻഡ് സെൻറ്റർ. Dash margin feature helps you format margins for back-to-back printing. Mirror. Dash margin feature helps you format margins for back-to-back printing. Mirror ആണ്. Mirror margin feature ആണ് format margins for back-to-back printingന് ഉപയോഗിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. The expanded form of RAID. RAIDയുടെ expanded form. Redundant array of independent disks. Redundant array of independent disks. Which window option is used to view 2 parts of a document simultaneously? Split ആണ്. അതായത് ഏത് വിൻഡോ ഓപ്ഷനാണ് നിങ്ങളുടെ 2 പാർട്സ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിനെ ഒരേപോലെ കാണാൻ പറ്റുക? ആ ഒരു സിംഗിൾ വിൻഡോയിൽ നിങ്ങൾക്ക് സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പ്ലിറ്റ് ആണ്. ദ ഫെസിലിറ്റി ഓഫ് ട്രാൻസ്ഫറിങ് ഫയൽസ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ വിത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഈസ് കോൾഡ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതായത് ഒരു കമ്പ്യൂട്ടറിലെ ഡാറ്റ അല്ലെങ്കിൽ ഫയൽസ് അടുത്ത ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന ഫെസിലിറ്റിയാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അഥവാ FTP. FTPൻ്റെ ഫുൾ ഫോം ചോദിക്കുന്നതാണ്. അതിൻ്റെ ഫുൾ ഫോമാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ദ ഷേപ്പ് ഓഫ് സെഗ്മെൻറ്റ് ഈസ് സെമി സർക്കുലർ. ഇത് ടൈപ്പ് റൈറ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സെഗ്മെൻറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? സെമി സർക്കുലർ ആണ്. ദ അഡ്രസ് ഓഫ് ദ address should be at the dash of the envelope. ലെഫ്റ്റ്
ലെഫ്റ്റ് ബോട്ടം സൈഡിൽ ഒരു എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കവറാണ്. കവറിൻ്റെ ലെഫ്റ്റ് ബോട്ടം സൈഡിലാണ് അഡ്രസ് ഓഫ് ദ അഡ്രസ്സർ ടൈപ്പ് ചെയ്യേണ്ടത്. അടുത്തത് ദ കീ വിച്ച് ഡു നോട്ട് മേക്ക് ഇംപ്രഷൻ ഓൺ ദ പേപ്പർ ഈസ് കോൾഡ് നോൺ ക്യാരക്ടർ കീസ്. അതായത് ഒരു പേപ്പറിൽ ഇംപ്രഷൻ ഒന്നും വരുത്താത്ത കീസാണ് നോൺ ക്യാരക്ടർ കീസ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് സ്പേസ് ബാർ. സ്പേസ് ബാർ ഒരു കീ ആണ്, പക്ഷെ അത് ഇംപ്രഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല, ആ പേപ്പറിൽ ഇംപ്രഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. അതൊരു നോൺ ക്യാരക്ടർ കീ ആണ്. ഔട്ട് ഓഫ് 4 rows ഫ്രം ടോപ്പ് ടു ബോട്ടം ദ ലെറ്റർ യു ഈസ് അഫിക്സ്ഡ് ഇൻ എ കീബോർഡ് അറ്റ് സെക്കൻഡ് റോ. അതായത് ഔട്ട് ഓഫ് 4 rows ഫ്രം ടോപ്പ് ടു ബോട്ടം ദ ലെറ്റർ യു ഈസ് അഫിക്സ്ഡ് ഇൻ എ കീബോർഡ് അറ്റ്. അതായത് 4 ടോപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന 4 റോയിൽ യു എന്നുള്ള ലെറ്റർ കീബോർഡിൻ്റെ ഏത് ലൈനിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് റോ ആണ്. ഡാഷ് ഫിംഗർ ഈസ് യൂസ് ടു ടൈപ്പ് ദ ലെറ്റർ ഒ ഇൻ എ ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്ററിൽ നമ്മൾ ഒ എന്നുള്ള ലെറ്റർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിംഗർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് റിംഗ് ഫിംഗർ ആണ്. അപ്പോൾ നമുക്കറിയാം ടൈപ്പ് ചെയ്യുമ്പോൾ ഏതൊക്കെ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ ഏതൊക്കെ ഫിംഗർ ഉപയോഗിക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ അത് ഒ എന്നുള്ള ലെറ്റർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് റൈറ്ററിലോ അല്ലെങ്കിൽ കീബോർഡിലോ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫിംഗറാണ് റൈറ്റ് റിംഗ് ഫിംഗർ. ദ റോമൻ ലെറ്റർ ഡി സ്റ്റാൻഡ്സ് ഫോർ. ഡി എന്നുള്ള റോമൻ ലെറ്റർ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഏത് നമ്പറിനെയാണ്? 500 ഹേർട്ട് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത് മെയിൻ സ്പ്രിംഗ് ആണ്. മെഷീൻ എന്ന് ഉദ്ദേശിക്കുന്നത് ടൈപ്പ് റൈറ്ററിനെയാണ്. അപ്പോൾ ഈ ടൈപ്പ് റൈറ്ററിൻ്റെ ഹേർട്ട് എന്ന് പറയുന്നത് മെയിൻ സ്പ്രിംഗ് ആണ്. ആഫ്റ്റർ ലോക്കിംഗ് ദ റൈറ്റ് മാർജിൻ ദ ലെറ്റേഴ്സ് ഓവർലാപ്ഡ് ഈസ് നോൺ ആസ്. റൈറ്റ് മാർജിൻ എന്ന് പറയുമ്പോൾ അതേത് സൈഡിലായിട്ട് വരും? നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പേപ്പറിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരും. അപ്പോൾ ഈ റൈറ്റ് മാർജിൻ ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു ടൈപ്പ് റൈറ്ററിൽ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പേജിൻ്റെ ആ ഒരു വരീൻ്റെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഒരു ബെല്ല് റിങ് ചെയ്യുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ ചില ടൈപ്പ് റൈറ്ററിൽ അത് എന്ത് കാരണം കൊണ്ടാണെന്നറിയില്ല, ചിലപ്പോൾ അത് കാലപ്പഴക്കം കൊണ്ടോ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടോ ആ ഒരു റൈറ്റ് മാർജിൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആവാതെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റേഴ്സ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരും. അങ്ങനെ ഈ ലെറ്റേഴ്സ് ഓവർലാപ്പ് ചെയ്യുന്നതിനെയാണ് പൈലിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈവൻലി സ്പ്രെഡ്സ് ഇങ്ക് ഓൺ ദ സ്റ്റെൻസിൽ ഇംപ്രഷൻ. സിൽക്ക് കാരിയർ ആണ് ഒരു സ്റ്റെൻസിൽ ഇംപ്രഷനിൽ ഇങ്ക് സ്പ്രെഡ് ചെയ്യുന്നത്, സിൽക്ക് കാരിയർ. അപ്പോൾ ഈ സ്റ്റെൻസിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല, ആദ്യം കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്റ്റെൻസിൽ കട്ട് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെൻസിൽ കോപ്പി ചെയ്യുമ്പോൾ അതിൽ ഇങ്ക് സ്പ്രെഡ് ചെയ്യുന്നത് സിൽക്ക് കാരിയർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരേജ് റാക്ക് ഈസ് ഓൾസോ നോൺ ആസ്. കാരേജ് റാക്ക് വേറെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലെറ്റർ സ്പേസിംഗ് റാക്കാണ്. കാരേജ് റാക്ക് ലെറ്റർ സ്പേസിംഗ് റാക്ക് എന്നും അറിയപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.